നമസ്കാരം, കസിബായി ആണ്. അപ്പോഴേ ഞാൻ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി വന്ന കേട്ടോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കറിയാലോ, ഇതല്ലേ എൻ്റെ വീട്, കണ്ടോ? നമ്മുടെ കുഞ്ഞൻ വീട് കണ്ടില്ലേ? അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. ഫ്രണ്ട് ഭാഗം എന്ന് വെച്ചാൽ മുഖം നേരെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റോഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ ആ ഭാഗത്തൂടെ ഒരു മതിലുണ്ടോ, അതങ്ങനെ റോഡുണ്ട്. ആ ഭാഗത്തൂടെ റോഡുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ റോഡ് എന്ന് പറയുന്നത് നേരതാ കാട് കാരണം കാണത്തില്ല, അത് ജസ്റ്റ് കാണിച്ചതാ. അവിടെ ഒരു വീടൊക്കെ കാണുന്നുണ്ടോ? ആ വീട് അതിലെ കൂടെയുണ്ട് ബസ്സൊക്കെ പോകുന്നത്. ഇത്ര അടുത്താണ് ബസ് പോകുന്ന റോഡും ഈ റോഡൊക്കെ അടുത്തടുത്താണ്. പക്ഷെ എനിക്കുള്ള ബുദ്ധിമുട്ട്, ഇത്രയും കാലം എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴി സൗകര്യം ഇല്ലായിരുന്നു കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇതാ ഇതിലേ കയറി, ഇത് കണ്ടോ കാട്. ഇതിപ്പോ നമ്മുടെ വീടിന്റെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇപ്പൊ കാടായതല്ല. ഇതിലെ കയറി കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ആ വീടിന്റെ മുറ്റം കടന്നിട്ട് അങ്ങനെ പോകണം, അല്ലെങ്കിൽ ആ പറമ്പ്, ആ കാട് കയറി കിടക്കുന്ന പറമ്പില്ല, ആ പറമ്പിന്റെ സൈഡിലൂടെ ഒക്കെ കാട് കയറിയിട്ടൊക്കെയാണ് ഞങ്ങൾ അപ്പുറത്തെ പറമ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള റോഡുണ്ട്. ആ റോഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ബേക്ക് വശത്ത് കൂടിയാണ്, നമ്മുടെ പള്ളിയൊക്കെ ഉള്ള ഭാഗത്തു കൂടിയാണ്. ഇതിലെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളീന്റെ അതിലേ വന്നിട്ട് നമ്മുടെ താഴെ നമ്മുടെ ഫിറോസ് ഭായിന്റെ വീടാണ്, ഫിറോസിന്റെ വീട്. പിന്നെ ഇങ്ങനെ കുറെ വീടുകളുണ്ട്. ഇത് ഈ വീടൊക്കെ നമ്മൾ സ്ഥലം കൊടുത്ത വീടുകളാണ് ഇതിന്റെ അപ്പുറമൊക്കെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു വഴി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേ വരുന്ന വഴിയിട്ട് നമ്മൾ വന്ന് കയറുന്നത് നമ്മുടെ വീടിന്റെ ബേക്ക് ഭാഗത്താണ് വരുന്നത് കേട്ടോ. വീടിന്റെ പിൻവശത്തോട്ടാണ് ഈ റോഡ് വന്ന് കയറുന്നത്. ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ വന്നിട്ട് ഇവിടെയാണ് ഇറങ്ങാറ്. പക്ഷെ ഇപ്പൊ എന്താ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്കിപ്പോൾ ഒരു പുതിയ വഴി വെട്ടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ വഴി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത്രയും വളച്ചൊടിച്ച് കാര്യം പറഞ്ഞത്. തൊട്ട് നമ്മുടെ വീടിന്റെ നേരെ ഫ്രണ്ട് ഭാഗത്തോട്ട് തന്നെ ഇവിടെ പുതിയൊരു വഴി വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ, കണ്ടോ? പുതിയൊരു വഴി നമ്മൾ നേരെ റൂട്ടിലോട്ടാട്ടോ. ആ റോട്ടിൽ നിന്ന് നേരെ വന്ന് ആര് ശല്യം കൂടാണ്ട് റോഡ് വഴി ഇങ്ങനെ വന്നിട്ട് കാണിച്ചു തരാം. കണ്ടോ? അടിപൊളി റോഡല്ലേ. നമ്മുടെ ഇതാണ് നമ്മളെ എപ്പോഴും ഞാൻ വീഡിയോ കാണിച്ചു തരാറില്ല. ഇവിടെ സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, മൈതാനം പോലെ സ്ഥലം. അപ്പം ഇവിടെ ഇനി മുറിച്ച് സ്ഥലങ്ങൾ വിൽക്കുവാണ്. കുറേ സ്ഥലം വിറ്റു എന്നാണ് പറയണേ. അപ്പൊ അവിടുന്ന് നമ്മുടെ സൈഡ് നമ്മൾ അതിര് വഴി, ഇതാണല്ലേ നമ്മളതിര്, അതിര് വഴി നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ കടന്നു പോകാം കേട്ടോ. ആരും ശല്യമൊന്നുമില്ല. ചില സമയത്തൊക്കെ നമുക്ക് വഴിക്ക് ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് അവരൊക്കെ വഴി നമ്മൾ കയറുന്നത് നമ്മളോട് അതിൽ നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കല്ലും വേലിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. ഞാനാണെങ്കിലും വിചാരിക്കുകയും ചെയ്തു അവിടുന്ന് ഒരു സെന്റ് സ്ഥലം നമുക്ക് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അവർക്ക് അത്രയും നമുക്ക് ഏകദേശം 1,00,000 രൂപയുടെ അടുത്തൊക്കെ സെന്റ് വില വരുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് എടുത്ത് കൊടുക്കാനാ. എന്നാലും നടവഴി കിട്ടിയിരുന്നെങ്കിൽ വരെ ഞാൻ ആഗ്രഹിച്ചായിരുന്നു നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകാൻ. കാരണം ഒരു മീനോ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ റോട്ടിൽ കൂടെ വരുമ്പോൾ നമ്മൾ ആരുടെ മുറ്റത്ത് കൂടെ ഒക്കെ ചാടിപ്പോകുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇത് ഭയങ്കര സൗകര്യമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഇതല്ലേ വഴി. ഈ വഴിയിൽ നിന്ന് എനിക്ക് ചെറിയൊരു ഇടവിട്ടിട്ടതാണ് നമ്മുടെ മുറ്റത്ത് കൂടെ നേരെ നമ്മുടെ മുറ്റത്തോട്ട് കിടക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര സൗകര്യമായിരുന്നു. കാരണം ഇനിയിപ്പോൾ നമ്മുടെ വീടിനാണെങ്കിൽ പോലും നല്ലൊരു വെളിച്ചം കിട്ടിയെന്ന് പറയുന്നത് വഴിയാണല്ലോ ഏറ്റവും പ്രധാനം അല്ലേ. ഒരു വീടിന്റെ പ്രധാനപ്പെട്ട വഴി വെള്ളമൊക്കെയാണ്. അപ്പം വഴി ഒന്നും കൂടി ഫ്രണ്ടിലൂടെ വഴി നമുക്ക് നേരിട്ട് നമ്മുടെ സ്വന്തം പറമ്പിലൂടെ വഴിയുണ്ട്. 8 അടി വീതം വെച്ചിട്ട് നമ്മൾ വഴി വിട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സൗകര്യം കിട്ടി ഒത്തിരി സന്തോഷമായിട്ടോ. ആ സന്തോഷം നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാൻ വന്നതാണ്. പുതിയ വീഡിയോയിൽ കാണാം.